അങ്ങനെ രാവിലെ തന്നെ 1 മണി ആയതോടുകൂടി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത ട്രിപ്പാണ് ഇത്. പാസഞ്ചർ ടയറാണ്. ഇറ്റലിയിൽ നിന്ന് എടുത്തു. നേരെ നമുക്ക് ജർമ്മനിയിൽ ഹംബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് അൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ആൾക്കാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് യൂറോപ്പിലെ റോഡുകളും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഒരു ട്രക്കറുടെ കണ്ണിൽ എങ്ങനെയാണോ ഇത് കാണുന്നത് അതേപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. റോഡ് പണിയുണ്ടെന്ന് തോന്നുന്നല്ലോ. അതാണ്ട ഈ രണ്ടും ഇതും മർജാവുകയാണ്. ഒറ്റ ലൈനിലോട്ട് മാറുക. ഇവിടെ നമ്മൾ ട്രാഫിക്കൊക്കെ നോക്കി എന്ന് വെച്ചാൽ ബോർഡുകൾ നോക്കി ഓടിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കിട്ട് നമ്മൾ 3 ലൈനാന്ന് കരുതി വെച്ചിറക്കി വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പണി കിട്ടുന്നത്. കാരണം അവിടുന്ന് 60ആയി. ഒന്നിലോട്ട് ഒറ്റ ലൈനിലോട്ട് മാറുവാന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ ചിലപ്പോൾ ഇടയ്ക്ക് വരും കേട്ടോ. പണി നടക്കുന്നുണ്ട്. ഒറ്റ ലൈനിലോട്ട് മാറിയതാണ്. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ മാറണം. പിന്നെ എപ്പോഴും ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ കൂടെ ഏതാനാ പറന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും ആരോയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ലൈൻ ക്ലോസ് ആയി. പമ്പിലോട്ട് കയറാനുള്ള വഴി അത് ഇവിടെ ഇങ്ങനെ ഓടുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല വണ്ടി കയ്യിൽ. ഇപ്പോൾ രാത്രി ഓടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ കേട്ടോ. ബാക്കിയുള്ളതൊന്നും പ്രശ്നമുള്ള കേട്ടല്ല. കീറുക. നമുക്ക് പുലർച്ചെ ഇപ്പോൾ ഒരു 4 മണിയോളമായി. അപ്പോൾ 1 മണിക്കെടുത്തതല്ലേ, ചെറിയൊരു ഉറക്കം കണ്ണിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ എവിടെയെങ്കിലും ഒന്ന് നിർത്തി നമുക്ക് ഒരു 45 റെസ്റ്റ് അടിക്കണം. ആ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ പോകുന്നു. ഞാൻ പറയില്ലേ, നമുക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊക്കക്കോള
മറ്റേ ഇത് 100 ml ആട്ടോ. ഇത് നമ്മളെപ്പോഴും ബേസിൽ നിന്ന് വരുമ്പോൾ ഒരു കേസ് വാങ്ങിച്ച് വെച്ചേക്കും. അപ്പം ഇത് നമ്മൾ ആദ്യമേ രാത്രി ഓടുമ്പോൾ തന്നെ ഒരുറക്കം നമ്മുടെ കണ്ണിലോട്ടൊന്ന് വരുമ്പോൾ തന്നെ നമ്മൾ വിത്തേലൊരെണ്ണം അടിക്കും. അപ്പോൾ ഒരു 2-3 മണിക്കൂറൂടെ അങ്ങനെ അങ്ങ് ഓടും, 2 മണിക്കൂറൊക്കെ. അത് കഴിഞ്ഞ് ഒരു ഉറക്കം വരും. ആ ഉറക്കം വരുമ്പം പിന്നെ നമ്മൾ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായ തീരുമാനമാണ്. അപ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു പമ്പിലോട്ട് കയറ്റുക, വണ്ടിക്കകത്ത് ഒന്ന് ഇറങ്ങുക, ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോവുക, തിരിച്ചു വരിക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയും. എന്നിട്ട് ഒരു 40 മിനിറ്റത്തേന് ഒരു അലാറം വെക്കുക, എന്നിട്ട് കയറി കിടക്കുക. കാരണം ആ ഉറക്കം ഇച്ചിരി ഡേഞ്ചറാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഉറക്കം, കാരണം അത് ഇച്ചിരി ഡീപ്പും ആയിരിക്കും, ചിലപ്പോൾ ഉറങ്ങിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റേഞ്ച്. അതാണ് ആദ്യത്തെ ഉറക്കം വരുമ്പോൾ നമ്മളൊരു കോള അടിക്കും, അത് കഴിഞ്ഞ് ഓടും. പിന്നെ വേറെ കാര്യമുണ്ട്, എന്നൊന്നും കോള കുടിക്കുമല്ലോ കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൈറ്റ് ഓടുമ്പോൾ മാത്രമുള്ള കുടിയുള്ളത്. നിങ്ങൾ സ്വന്തം രാജ്യത്തെ പൗരന്മാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളെ തലയിൽ കെട്ടി. അങ്ങനെ തെളിയിക്കാൻ വേണ്ടി 4 തലമുറ മുമ്പ് വരെയുള്ളവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖ അത് നിങ്ങൾ ഹാജരാക്കണം എന്ന് അസാധ്യമായിട്ടുള്ള ഒരു മുൻപാടി വെക്കുക. അപ്പം ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അത് നമ്മുടെ വല്ലാത്തൊരു കഥ എന്ന് പറയുന്നൊരു സാധനം കേട്ടോ. നല്ല രസം അത് കേട്ടോണ്ടിരിക്കാനത്. ഉറക്കം ഒരു പരിധി വരെ അങ്ങ് ഇതാവും. ഒരു വലിയൊരു എക്സ്പെൻഷ്യൽ കോൺവോയാണ് നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് ഇത് കയറി പോകുന്നത്. നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വരുവാണ്ടോ, ഇതൊരു വാട്ടർ പമ്പാണ്. ഇങ്ങനെയല്ല പാർക്ക് ചെയ്യണ്ടേ. നമ്മൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ നിർവാഹം ഇല്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടതാണ്. കാരണം വണ്ടി ഇടാനായിട്ട് വേറൊരു ഇത് കണ്ടില്ല. വേണ്ട, നമ്മുടെ വണ്ടി തന്നെ കിടക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ കൂടെ നടത്തിയിട്ടെ നമുക്ക് വണ്ടി എടുക്കാം. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടി വന്നപ്പോഴത്തേനും കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയതാണ്. ഡാമേജുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. വേറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ രണ്ടാമത്തെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു 45 മിനിറ്റ് ചെറിയ ഒരു മണിക്കൂർ ചെറിയ റെസ്റ്റ് എടുത്ത്. അപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഉറക്കം അങ്ങ് വിട്ടു. നോക്കിയേ, കിടക്കുന്ന ആംബിയൻസ് ഉണ്ട് സാധനം.
നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നല്ലോ. ഇതുവഴിയൊക്കെ നടന്നു പോകാൻ തോന്നുന്നു. കൊള്ളാട്ടോ. എടുക്കാൻ ഐറ്റം അല്ലേ നിറച്ച്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂപ്പറാട്ടോ. അവർ ഫുൾ സാധനം എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കും. അതിൽ അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒന്നും പറയാനില്ല. അങ്ങനെ ജർമ്മനി കൂടെ ഉള്ള ഓട്ടോ കേട്ടോ. N9 എന്ന് പറയുന്ന റോഡാണിത്. അതിനകത്തോടുള്ള വെച്ചാലൊക്കെ പോക്കാണ്. രാവിലെ 1 മണിക്ക് എടുത്തു. അതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു. കഴിച്ചില്ല. ഇനി എവിടെയാണ് നിർത്തുമ്പോൾ വേണം കഴിക്കാനായിട്ട്. ഒരു കാപ്പി കുടിച്ചു അതിനിടയ്ക്ക്. നോക്കാം എങ്ങനെ ആവുന്നു. ഇവിടെ പാർക്കിങ്ങൾ പൊതുവെ കുറവാണ്. അത് തന്നെ നമുക്ക് ഇങ്ങനത്തെ WCയിൽ കയറാൻ പറ്റില്ല. ഇതാ കാണുന്നൊരു WC കേട്ടോ. അതൊരു WC ആണ്. അതിനകത്തൊന്നും പോയി കയറാൻ പറ്റൂല. കയറി കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നതിൻ്റെ കഥാത്തന്നില്ല. കയറി ഇനി ഏതാണെങ്കിലും വന്ന് സീലും പൊട്ടിക്കോ കട്ടൻ കീറുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് വിളിക്കണം. പിന്നെ പണിയാണ്, തലവേദന കേസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയാണ് പോകുന്നത്. നമുക്ക് പോകേണ്ട വഴി A14 എന്ന് പറയുന്ന വഴി കേട്ടോ. ലിപ്സിങ്, ഹാലെ, ദാർസൻ ആ റൂട്ടിലോട്ടാണ് നമുക്ക് തിരിയണ്ടേ. നമുക്ക് നേരെ, അതായത് നമ്മൾ ഓരോ ക്രോസിങ് എടുക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതുണ്ട്, ഇത് അങ്ങോട്ടുള്ള എക്സിറ്റാണ്. ഇതിന് പാരലി എന്നിട്ട് അങ്ങേ മൂലയ്ക്കും അത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്നിടത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് ഒരു എക്സിറ്റ് കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് അങ്ങനെയൊന്നുമില്ല. ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ മിറർ നോക്കി ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം ശരിയാനായിട്ട്. അതുപോലെ തന്നെ വരുന്ന വരവിൽ നമ്മൾ കരുതും ചെറിയ വളവായിരുന്നൊന്നും കരുതും. ചെറുതായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അതുണ്ട് അത്യുഗ്രം വളവാണ് സാധനം. നമ്മൾ പിന്നെ മാക്സിമം ഞാൻ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ റട്ടാർ ബ്രേക്ക് തന്നെ അങ്ങനെ വലിയ അങ്ങനെ ചവിട്ടാറില്ല. റട്ടാർ ബ്രേക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ള കീച്ചേ ഉള്ളൂ നമുക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, ടയർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറാനും നിൽക്കണമല്ലോ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ റട്ടാർ ബ്രേക്ക് ആണെങ്കിൽ ഒരു പരിധി വരെ പൊട്ടലും ചീറ്റലും ഒക്കെ കുറഞ്ഞിരിക്കും. നമ്മൾ അടുത്ത ഹൈവേക്കകത്ത് വന്ന് കയറി. ഇത് 14 നമ്പർ റോഡാട്ടോ. ഇത് മൊത്തം ചെറിയ റോഡാണെന്ന് തോന്നുന്നു. നല്ല വൈഡ് ആംഗിളല്ലേ. ഓക്കെ, നല്ല സ്ഥലമാണ്. സത്യം ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം കേട്ടോ, ഈ യൂറോപ്പൊക്കെ ഇപ്പോൾ നമ്മുടെ പല പ്രത്യേക ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. ഭൂമി ക്രിയേറ്റ് ചെയ്തത് ദൈവം 7 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി നല്ല മൂടിലിരുന്നപ്പോഴും കണ്ടാണ് യൂറോപ്പ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഇവിടെ മുഴുവൻ സമതലങ്ങളാണ്. സമതലങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ. നമ്മുടെ ഇറ്റലി സൈഡിലൊക്കെ അഗ്നിപർവ്വതമുണ്ട്. അതന്നെ നല്ല വൈബ് മൂടിയിരുന്നപ്പോൾ കണ്ട് ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. ആ ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് ഒരു 185 അറൗണ്ട് ഒരു 2 മണിക്കൂറത്തെ ഡ്രൈവ് കൂടെ ഉള്ളൂ.
അതോടുകൂടി നമ്മൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തൂട്ടാ. അത്യാവശ്യം നല്ല വീഡിയോ, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്നതിനെക്കാട്ടിലും നേരത്തെ തന്നെ വണ്ടി കയറിച്ചില്ല. നാളെ രാവിലെ 10 മണിക്കാണ് നമുക്ക് അൺലോഡിങ്. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേന് പരിപാടി ഏറെക്കുറെ നമ്മുടെ കംപ്ലീറ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കയറുക കേട്ടോ. ഇത് ബ്രേക്ക് ഡൗൺ ആയതാ വണ്ടി കേട്ടോ. ബ്രേക്ക് ഡൗൺ ആയതാണോ ഇടി കിട്ടിയതാണോ ദൈവം തമ്പുരാൻ അറിയാം. ഇപ്പോൾ അവിടെ ഒരു വണ്ടി കയറി വരുന്നുണ്ടോ ബാക്കിൽ. യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവർ ആവുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാം. നമ്മൾ അതായത് നമുക്ക് ഒരു കാശലവില്ലാതെ ഇഷ്ടംപോലെ രാജ്യങ്ങൾ കാണാം. പിന്നെ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ്, പണി അത്യാവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ഓരോ നിമിഷവും ക്ലൈമറ്റ് മാറും, സ്ഥലങ്ങളിങ്ങനെ, അതായത് ഇപ്പം കണ്ടല്ലേ, ഇപ്പം ഇത്രയും വെയിലുണ്ട്, പക്ഷേ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിഗ്രി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു ഇവിടെ യൂറോപ്യൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് പീസ്ഫുൾ, ഒന്നും പറയാനില്ല. അവർ ഭയങ്കര അവർ സന്തോഷത്തിനാന്ന് തോന്നുന്നു പ്രയോറിറ്റി കൊടുക്കുന്നത്, പൈസയ്ക്കല്ല. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുക, അതാണ് ഇവരുടെ ഒരു ലൈനപ്പ്. ഇന്ന് വരെ ഞാൻ ഇത്രയും നാളും പോയതില്ല, എനിക്ക് 1-2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ആ മൊമെൻ്റ് അവർ ഭയങ്കര എൻജോയബിളായിട്ടാണ് ചെയ്യുക. അതിപ്പോൾ ഇവൻ പോലീസ് പിടിച്ചാൽ പോലും, ആളിപ്പോൾ പോലീസ് ചെക്കിങ്ങിന് പിടിച്ചാൽ പോലും എത്ര പൊളൈറ്റായിട്ടാണ് അവർ സംസാരിക്കുക എന്നറിയാം. നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കും, വണ്ടിക്കകത്തൊന്ന് കയറിക്കോട്ടെ, ഞാൻ നിൻ്റെ ടാക്കോഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇവർ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇവർ അങ്ങനെ റൂഡായിട്ടൊന്നും ആരോടും സംസാരിക്കുക ഞാനിതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, ഞാൻ കാണാത്തായിരിക്കും. നമ്മൾ ഹംബർഗ് എടുക്കാറായിട്ടാ, ഒരു 70 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വരുന്ന ഒരു 6 തവണ എങ്ങാണ്ടായി. മീൻസ് ഹംബർഗ് വരുന്നു. ഈ കമ്പനിയോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്.
വെള്ളം കൂടി നിർത്തിയേക്കാം. വെള്ളം കുടിക്കുക. ഉറക്കം ചെറുതായിട്ട് കണ്ണിലോട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നും. കാരണം രാവിലെ വെളുപ്പിനെ 1 മണിക്ക് എടുത്തതല്ലേ. ഇപ്പോൾ ഏതാണ്ട് 1 മണി അടുത്തായി. എൻ്റെ അത് തോന്നുന്നു, ഒരു ചെറിയ ക്ഷീണം തോന്നുന്നുണ്ട്. കണ്ണ് ചെറുതായിട്ടൊന്ന് ചിമ്മി പോകുന്നുണ്ട്. ഞാൻ ഒരു 60 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കമ്പനി എന്നിട്ട് വേണം ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഈ ടയർ ലോഡ് സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, പേടിയാണ്. ഈ സാധനം ആരെങ്കിലും മോട്ടിച്ചോണ്ട് പോയാലോ ഒന്ന്. മോട്ടിച്ചോണ്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, കുഴപ്പത്തിൻ്റെ അല്ല. നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. ചോറ് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. റൈസ് കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടുണ്ട്. നല്ല ചൂട് കുത്തരി ചോറും ചിക്കൻ കറിയും മുട്ട പുഴുങ്ങിയതും. ആഹാ, അടുത്ത ആഴ്ച വേണം ചില മോര് കറിയും കൂടെ വെക്കാൻ, അപ്പോൾ പൊളിക്കും. ഇതൊക്കെ തട്ടിക്കൂട്ട് കലാപരിപാടി കേട്ടോ. നാട്ടിലെ പൊടിയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ കിട്ടുന്ന വെച്ചിട്ട് അങ്ങോട്ട് തകർക്കുക. മറ്റേ നമ്മുടെ ആരോ പറഞ്ഞ പോലെ എവിടെയോ ഞാൻ കണ്ടതാണ്. അതായത് നമ്മുടെ മറ്റേ ചിക്കൻ ഇട്ട ചിക്കൻ കറി, മറ്റേ വെജിറ്റബിൾ ഇട്ട സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അതാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ. വണ്ടി പോന്ന വണ്ടി അവൻ ചവിട്ടി അവിടെ ഇവിടെ ലൈൻ ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ കറക്റ്റ് സിഗ്നൽ നോക്കി വേണം ഒന്ന് ഓടിക്കാൻ. കണ്ടോ, ഇതെന്നാന്നറിയാം, ഈ ലൈനെ കൂടെ കയറി പോരുന്നതിൻ്റെ കേട്ടോ. കേട്ടോ, കാരണം നമ്മളെപ്പോഴും ഒരു വണ്ടിയായിട്ട് നല്ല ഡിസ്റ്റൻസ് ഇട്ട് വെച്ചോണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇതേ പിന്നെ നമുക്ക് തന്നെ കോടാലിയാവും. ചില സമയത്താണ് തന്നെ ചില വണ്ടിക്കാർ കൊണ്ടുവന്നിട്ടെ ചവിട്ടും. നമ്മുടെ ചെറിയ കാറൊന്നുമല്ല, ചവിട്ടുന്നിടത്ത് തന്നെ നിൽക്കാനായിട്ടെ തെന്നും ചിലപ്പോൾ. നല്ല വെട്ടിക്കെട്ടൊരു ബ്ലോക്ക് വന്നു കേട്ടോ. നോക്കിയാൽ 7 മിനിറ്റ് ഇവിടെ ബ്ലോക്കാണ്. അതുപോലെ ഇവിടെ ഇത് ടോം അത് ഗൂഗിൾ മാപ്പ് നമ്മളതിനകത്ത് കറക്റ്റ് ലൊക്കേഷൻ ആണോ എന്ന് അറിയാനായിട്ട് വെച്ചാട്ടോ. ഇത് ടോം അത് ഫ്ലീറ്റ് ഹാൻഡ്. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന സാധനം. ചാക്കോയിലാണെങ്കിൽ 46 മിനിറ്റ് ടൈമും ഉണ്ട്. അല്ല, എത്താറായപ്പോൾ തന്നെ നല്ല ക്ലാസിക് ഒരു ബ്ലോക്ക് കിട്ടി. എന്ത് കഷ്ടമെന്ന് കണ്ടോണം. 255 നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ്. ഇതാ റൂട്ടാണ്. ഈ 2 ലൈനിൽ കൂടെ നമുക്ക് പോകണ്ടേ.
ഒരു ടൗണിൻ്റെ അകത്ത് വന്ന് കയറിട്ടാ പെട്ട് കിനിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് മൊത്തം ടൗണിനകത്താണ്. വണ്ടി കയറി വരുന്നുണ്ടോ ബാക്കി? ഇങ്ങനെയുള്ള ടൗണിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കിനിയുന്നത്. ബാക്കിയൊക്കെ പിന്നെ സഹിക്കാം. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ഉള്ള കിളിയും കിളിക്കൂടുമല്ല, ഉള്ളത് മുഴുവൻ തെറിച്ചു പോകും. അങ്ങനത്തെ ഇടപാട് എന്ത് സഹിക്കാം. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമ്മുടെ തെറിക്കുന്നത്. കണ്ണിങ്ങാണ് കയറി പോവാ. മയില് സാധനം പക്ഷെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും എന്ന് പറയാം. ഇങ്ങനത്തെ സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ ദേഷ്യം വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. ടൗണിനകത്ര കയറി. ഓക്കെ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ലേ. അവിടെയെങ്കിലും ബാനൊന്നും വെച്ചിട്ടില്ല. ബാൻ നോക്കി വേണം പോകാൻ. ഇങ്ങനെയുള്ള വഴിയെ കയറുമ്പോഴത്തേനാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ട്രക്ക് ബാനോ എന്തെങ്കിലും കുന്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ 23 മിനിറ്റും 12 അങ്ങോട്ട് കയറാൻ പറ്റില്ല. 7.5 ടണ്ണിന് ബാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവിടെ ഹൈറ്റിൽ ബാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, 5-ാം നമ്പറിലോട്ട് വന്ന് കയറുക. ടണ്ണ് അങ്ങോട്ടാണ് ബാൻ അടിച്ചിട്ടുണ്ട്. 50 മീറ്റർ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ നേരെ ചേച്ചി ഇങ്ങനെയൊക്കെ ഉള്ള ടൗണുകൾ വരുമ്പോഴത്തേനാണ് നമ്മുടെ കിളിയും കിളിക്കൂടും പാറുന്ന കേസ്. കാരണം അവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ഹാംബർഗ് ടൗണിനകത്ത് GPS ലോസ്റ്റ് ആവും. GPS അതിൻ്റെ GPS അടിച്ചു പോയി, ഇതിൻ്റെ GPS അടിച്ചു, ഗൂഗിൾ മാപ്പിൻ്റെ GPS അടിച്ചു പോയി. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? പുകില്ല. ഇങ്ങനെയുള്ള അട്ടിയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ആകെ പെട്ട അവസ്ഥയാണ്. ഭാഗ്യം കണ്ട, ഒരു ട്രെയിലർ പോകുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് ട്രെയിലർ പോകും. അതൊക്കെ ആയി. ഞാനും ഇങ്ങനെയൊക്കെ നോക്കിയാട്ടോ പോരുന്നത്. കാരണം ട്രെയിലർ ആ വഴിക്ക് പോകുമോ എന്ന് നോക്കും.
കാരണം ഇങ്ങനെയുള്ള ടൗണുകളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റികളും ഓപ്ഷൻസും ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പാനിക് ആവാതിരിക്കുക, അതായത് ബോർഡുകൾ നോക്കുക, പാനിക് ആവാതെ നമ്മൾ വളരെ നൈസായിട്ട് കൊണ്ടുപോവുക. അല്ലാതെ വേറൊന്നും ഇതിനകത്ത് നടക്കില്ല. പാനിക് ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വണ്ടി കയ്യിൽ നിന്ന് പോകും, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കുമ്പോൾ തന്നെ. പക്ഷെ പാനിക് ആവാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഭയപ്പെടാതെ പതുക്കെ മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ വലിയ കുഴപ്പങ്ങൾ വരില്ല. ഇവിടെ അതുപോലെ തന്നെ ഹാനോവർ ഞാൻ പണ്ട് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാനും വേറെ ചേട്ടനോടെ വന്ന് ഒരേ എക്സിറ്റ് മാറിപ്പോയി. 2 ലെഫ്റ്റ് ഒരുമിച്ചുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ ലെഫ്റ്റിലായിരുന്നു കേട്ടോ, 1ാമത്തെ ലെഫ്റ്റിൽ കൂടെ എടുത്തു പോയി. എൻ്റെ പൊന്നണ്ണ ചേട്ടന്മാരെ, ഞാനാണെങ്കിൽ എൻ്റെ സത്യം പറയാം, നമ്മൾ കിടുങ്ങുക എന്നൊക്കെ പറയില്ലേ, ആ പരുവത്തിലായിപ്പോയി. കാരണം വണ്ടി ചെന്ന് കയറിയത് വലിയൊരു പാലത്തിൻ്റെ മേളിൽ. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ കപ്പലൊക്കെ പോകുന്നതുകൊണ്ട് വണ്ടി തിരിക്കാൻ, ഇത് കാറ് പോലെ യൂ ടേൺ എടുക്കാൻ പറ്റുമോ? പിന്നെ ഭാഗ്യത്തിന് ഒരു പോയിന്റ് കിട്ടിയപ്പോൾ ആ പോയിന്റിലിട്ട് ഞാൻ വണ്ടി യു അടിച്ച് നേരെ 4 ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിൻ്റെ നടുക്ക് 4 ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തി ഒറ്റ യു അടി, ഒറ്റ കട്ടിങ് വണ്ടി ഫുള്ളായിട്ട് വട്ടം ഒടിഞ്ഞ് കട്ട് ചെയ്ത് നേരെ വന്ന്. ഞാൻ ഓർത്ത് കുടുങ്ങിയെന്ന്, പക്ഷെ കുടുങ്ങിയില്ല. 2ാമത്തെ വണ്ടി സെയിം അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എയർ ബസ്സിൻ്റെ ഇവിടെ പോയതാണ്. എയർ ബസ്സിൻ്റെ സ്ഥലത്തൊന്നും പറയണ്ട, അന്നത്തോട് കൂടി എൻ്റെ കിളി പാറിയെന്ന് പറഞ്ഞാൽ മതി, പേടിച്ചിട്ടേ. പറയുമ്പോൾ എല്ലാവരും പറയും എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നതെന്ന് കരുതും. പക്ഷേ പേടിച്ച് പോകും തന്നെ. കാരണം ഇത് വലിയ ജർമ്മനിയിലൊക്കെ തട്ടുകയോ മുട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാർ നമ്മളെ പെടുത്തിക്കളയും. അബദ്ധവശാൽ വന്നു പറ്റാന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ വിട്ടേക്കും. പക്ഷെ അല്ലാണ്ടെങ്ങാനും വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ച് ഹൈവേ തന്നെയാണ്, ടൗണിനകത്തൂടെ കയറി ഹൈവേ തന്നെ വന്നു. ആക്ച്വലി ഇത് മറ്റേ മാപ്പ് പണി തന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മാപ്പ് പണി തന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി പോയി എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ മാപ്പിന് യാതൊരു ഉത്തരവാദിത്വം കാണുമല്ല. നമ്മളോട് ആദ്യം ചോദിക്കാം, നീയൊന്നും അവിടുത്തെ സൈൻ ബോർഡ് കണ്ടില്ലായിരുന്നോ എന്നേ ചോദിക്കുകയുള്ളൂ, വേറൊന്നും ചോദിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആറ്റഞ്ചരക്ക് പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് കരുതി ഇരുന്നിട്ട് വേണം വണ്ടി പൊക്കിക്കൊണ്ട് പോകാൻ. പിന്നെ ഞാനറിയാം, ഇതൊക്കെ ഒരു ശീലമാവും. നമുക്ക് ഈ മാപ്പാണ് ഇവിടെ വേണ്ടത്. നമ്മൾ ഈ മാപ്പ് ഇവിടെ വെക്കുക. അതാണ് നമ്മുടെ ഷോപ്പ്. ഇത് ഇവിടെ പിന്നെ ഫിജസ് അങ്ങോട്ടാണ് പോകേണ്ടത്. അത് വലിയ വേറെ ഹൗസിലോട്ടാണ് നമുക്ക് പോകേണ്ടത്.
ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാ. നമ്മുടെ വണ്ടിയാണല്ലോ.